ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന പരാതിയുമായി മൂന്നാർ മേഖലയിലെ ടാക്സി ഡ്രൈവർമാർ രംഗത്ത്. മൂന്നാർ മേഖലയിലേക്ക് നടക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസുകൾ നിയമവിരുദ്ധമാണെന്നാണ് ലോക്കൽ ടാക്സി ഡ്രൈവർമാരുടെ വാദം. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ മർദ്ദിക്കുന്ന തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ടാക്സി മേഖലയിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കുകയാണ്. ആനച്ചാലിൽ വെച്ച് ലോക്കൽ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചുവെന്ന പരാതിയുമായി കഴിഞ്ഞ ദിവസം ഓൺലൈൻ ടാക്സി ഡ്രൈവർ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന പരാതിയുമായി മൂന്നാർ മേഖലയിലെ ടാക്സി ഡ്രൈവർമാർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇത്രയും കാലം ഒരു പ്രശ്നങ്ങളുമില്ലാതിരുന്ന ഈ മേഖലയിൽ ഓൺലൈൻ ടാക്സികളുടെ കടന്നുവരവോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നും തങ്ങൾക്ക് ലഭിക്കുന്ന ഓട്ടങ്ങൾ ഇല്ലാതാക്കാനായി വളരെ കുറഞ്ഞ നിരക്കിലാണ് ഓൺലൈൻ ടാക്സി സർവീസുകൾ നടത്തുന്നതെന്നും ലോക്കൽ ടാക്സി ഡ്രൈവർമാർ പരാതി ഉന്നയിക്കുന്നു. കൂടാതെ മൂന്നാർ മേഖലയിലേക്ക് നടക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസുകൾ നിയമവിരുദ്ധമാണെന്നും ലോക്കൽ ടാക്സി ഡ്രൈവർമാർ പറയുന്നു. ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞാൽ ഓല യൂബർ മാത്രമല്ല, അല്ലാതെ പല പല ആപ്പുകൾ കയറി ഇതേപോലെ തന്നെ സ്വന്തമായിട്ട് ഓരോരുത്തർ ആപ്പ് ഉണ്ടാക്കിയിട്ട് വൺ സൈഡ് ട്രിപ്പാണ്. വൺ സൈഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വൺ സൈഡ് ട്രിപ്പ് എടുക്കാമെന്ന് പറഞ്ഞ് അയാളൊരു വിസിറ്റിംഗ് കാർഡ് സഹിതം അടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഈ കേസ് എടുത്തതും ശരിക്കും പുനഃപരിശോധിക്കണം. ഈ പറയുന്ന ഓർഡറുകളും കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇതിനെതിരെ ഞങ്ങൾ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്, SP പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ലോക്കൽ ടാക്സി ഡ്രൈവർമാർ മർദ്ദിച്ചുവെന്ന പ്രചരണവും പരാതിയും അടിസ്ഥാനരഹിതമാണെന്നും ആനച്ചാൽ സ്വദേശിക്ക് ലഭിച്ച ഓട്ടം കുറഞ്ഞ നിരക്കിൽ പിടിച്ചത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ആനച്ചാൽ കാർ ടാക്സി യൂണിയൻ CA2 സെക്രട്ടറി ജോൺ മാത്യു പറഞ്ഞു. നമുക്കറിയത്തില്ലാത്ത കുറച്ച് ആളുകളെ ചേർത്തുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ 1-2 പേരുടെ പേരുകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് ജാമ്യം എടുത്ത് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കേസിൽ ഞങ്ങൾക്ക് യാതൊരു മനസ്സറിവും ഉള്ളതല്ല. അതേസമയം ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ലോക്കൽ ടാക്സി ഡ്രൈവർമാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിന് സൂചന നൽകിയുള്ള ശബ്ദ സന്ദേശങ്ങൾ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വരണ്ടേ? നമുക്ക് ഇതിൻ്റെയും മൂന്നാറിൻ്റെയും കൊച്ചിൻ്റെയും ഒരു സെൻട്രൽ ഭാഗം തീരുമാനിക്കാം. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ടും വരിക, കുറച്ച് ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ടും പോവുക. അപ്പോൾ ഒരു സെൻറ്റർ, അപ്പോൾ മൂന്നാറും അല്ല കൊച്ചിയല്ല, ഒരു സ്ഥലം തീരുമാനിക്കുക. അവിടെ പോയിട്ട് അടിച്ചോ തൊഴിച്ചോ വലിച്ചോ കൊന്നോ തീർക്കാം. അതായിരിക്കും ബുദ്ധി. ഇതു സംബന്ധിച്ച് ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ DGP അടക്കമുള്ളവർക്ക് പരാതി നൽകിയതായി KDHP ഓൾ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ ചെയർമാൻ സുമേഷ് കുമാർ, പ്രസിഡന്റ് നാരായണസ്വാമി, സെക്രട്ടറി P തമ്പിദുരൈ, ആനച്ചാൽ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി ജോൺ മാത്യു, സെക്രട്ടറി PU അനിൽ എന്നിവർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.